കണ്ടിട്ട് പോലില്ല. പക്ഷെ ഞാൻ ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളാരും ഈ ഭൂമി ഉരുളുന്നത് കണ്ടിട്ടില്ല, കറങ്ങുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ അതിസൂക്ഷ്മ മനസ്സിലെത്തിയ ഒരു ധാരണയാണ്. സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമി കറങ്ങുകയാണ് എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ആം, പല കാര്യങ്ങളും നമ്മൾക്ക് ഇതേപോലെ വിശ്വാസങ്ങളുണ്ട്. ആൾക്കാരെ വിശ്വസിക്കുന്നു, സംഭവങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങനെ അത് വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നുണ്ട്. ആൾക്കാരെ വിശ്വസിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ പറഞ്ഞ പൂർണ്ണമായ വിശ്വാസമുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അത് ഈവൻ ചിലപ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും വിശ്വസിക്കാറുണ്ട്. അതായത് സംശയലേശമന്യേ പൂർണ്ണമായുള്ള ഒരു ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈശ്വരന്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. അങ്ങനെ ഒരു മഹത്തായ ശക്തി ഉണ്ട് എന്ന്, അത് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് എന്ന്, അത് ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട് എന്ന്, അത് അടിയുറച്ച് വിശ്വസിക്കുന്ന, ഒരു സംശയവുമില്ലാത്ത രീതിയിലുള്ള ഒരു വിശ്വാസത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വാസി എന്ന് പറയാൻ പറ്റും. വിശ് അപ്പോ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആ ആ തലത്തിൽ എത്തിയ ആൾക്കാര് ഏഹ്, കുറവാണ്. ഏഹ്, അതിന്റെ തൊട്ട് മുകളിലുള്ള തലമാണ് പല ആൾക്കാർക്കും. അവര് ആ, ഈ എന്തൊക്കെയാണ് ഈ അവരൊക്കെ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കുറെ സംഭവങ്ങൾ ഉണ്ടാകും. ചില വിശ്വാസികൾ വിശ്വാസികള് അവര് ഏഹ്, വിശ്വാസമുണ്ട്, പക്ഷെ അവര് ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, പ്രശ്നങ്ങള്, ദുരിതങ്ങള്, കഷ്ടപ്പാടുകള് ഇതെല്ലാം വരുമ്പോ, ഈ പ്രതിസന്ധികൾ വരുമ്പോ ഒക്കെ ഈ രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണാതിരിക്കുമ്പോ ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. മിക്കവാറും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും ആദ്യ ഘട്ടത്തിൽ ഇതായിരിക്കും. അതായത് പ്രതിസന്ധിയാണ്, ആകെ ജീവിതം താറുമാറായി, പ്രശ്നമായി, പ്രതിസന്ധിയായി, രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് ദൈവം ആ, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തും. ഇതാണ് ഒരു തരം വിശ്വാസികൾ. ഇതിനൊക്കെ ഒരു പേരുണ്ട്. ആർത്തൻ എന്നാണ് അവരെ വിളിക്കുന്ന ഒരു പേര്. നിങ്ങൾ ആർത്തിയോടുകൂടി ഈ ഒരു ഘട്ടത്തിൽ, അത് കഴിഞ്ഞാലോ ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഈ ദൈവവും വേണ്ട, ഒന്നും വേണ്ട, ഒന്നുമില്ല. ഇനി അടുത്ത ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ഇയാൾ വീണ്ടും, ഇന്നാള് ഇങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ഇത്തരം ആൾക്കാര് നമുക്കറിയാം, ഒരു പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോവുക, എന്നിട്ട് അവിടെ വലിയ നേർച്ചയിടുക, വഴിപാട് നേരുക, അതൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടി മാത്രം അത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതേ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇയാൾ വീണ്ടും ഈ വിശ്വാസത്തിന്റെ കാര്യം ഓർക്കുക. ഇതാണ് ഒരു ടീം. രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത്, അവർക്ക് ഈ വക ബേസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇവർക്ക് വേണ്ടത് ഏഹ്, കൂടുതൽ നല്ല സമ്പത്തും ഐശ്വര്യവും ഒക്കെയാണ് വേണ്ടത്. അപ്പോ ആ അതിനു വേണ്ടി ഈ വിശ്വസിക്കുന്നു. ദൈവമേ, എനിക്ക് നല്ല സാമ്പത്തിക സുരക്ഷിതത്വം വേണേ, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഏഹ്, ഒരു രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത്. അതും എന്താണ്, അതും പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ആ ആവശ്യ സമയത്ത് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഫുൾ ടൈം ഇത് ഒരു വിശ്വാസത്തിലല്ല. ആ ഒരു സിറ്റുവേഷൻ വരട്ടെ, അന്നേരം പ്രാർത്ഥിക്കാം. കാരണം അന്നേരം പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം കിട്ടുമെന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് അന്നേരം പോയി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാലോ പിന്നെ ഇല്ല. മൂന്നാമത്തെ ഒരു വിശ്വാസി എന്ന് പറയുന്നത്,
വല്ലാത്ത റിയാലിറ്റി എന്താണെന്ന് അറിയാം. യഥാർത്ഥ നമ്മൾ ഇതിൽ പല ആൾക്കാരും, ഞാനടക്കമുള്ള ആൾക്കാർ ഈ ഒരു മേഖലയിലാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ ദൈവം എന്നത് എന്താ, അത് എവിടെയാണ് ഇരിക്കുന്നത്, അത് എനിക്കും ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്നിലുള്ള ഈ ഏതെല്ലാം പരിപാടികളിലാണ്, പ്രവർത്തനങ്ങളിലാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്, ദൈവമാണോ എൻ്റെ ഉള്ളിൽ, ദൈവമാണോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഞാനല്ലേ ചെയ്യുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്, ദൈവമാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ കൂടുതൽ കൂടുതൽ അറിയണം അറിയണം എന്ന് ഉള്ള ഒരു തരം ആൾക്കാരുണ്ട്, ഒരു തരം വിശ്വാസികൾ. അതായത് ഏത് സമയവും ഈ സത്യത്തെ അറിഞ്ഞ് ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവം എന്നിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു, എവിടെയാണ് ദൈവത്തിന്റെ മൂലസ്ഥാനം, അതായത് ഇരിപ്പ് എവിടെയാണ്, ദൈവം എവിടെ ഇരിക്കുന്നേ, ദൈവത്തിന്റെ രൂപം എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് എന്നെ സഹായിക്കുക, ദൈവത്തിനോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുക, ദൈവത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് അതിന്റെ മറുപടി പറയുക, എനിക്കത് എങ്ങനെയാ മനസ്സിലാവുക, എന്നിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാനാണോ ചെയ്യേണ്ടത് അതോ ദൈവം പറഞ്ഞതുപോലെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആ ഭാഷ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, തുടങ്ങിയ ഒരുപാട് ഈ എന്താ പറയാ, ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു സത്യം അറിഞ്ഞുകൊണ്ട് അടുക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് ഒരു മൂന്നാമത്തെ ടീം. കുറെ ആൾക്കാർ, പേരുള്ള ആൾക്കാരൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. ഒന്നും രണ്ടും ഒക്കെ ഈ സാധാരണ ആൾക്കാരാണ്. കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം പോയി പ്രാർത്ഥിക്കുക, പ്രയാസങ്ങളുള്ളപ്പോൾ അല്ലാത്തപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പറഞ്ഞ മൂന്നാമത്തെ മേഖലയിൽ എല്ലാവരും അന്വേഷണത്തിലാണ്. യഥാർത്ഥത്തില് ഇതാരാണ്, അതൊരു രൂപമാണ്. ചെറുപ്പത്തിലൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ച് ദൈവത്തിന് ഓരോ രൂപങ്ങളുണ്ട്. രൂപമാണോ, അത് ആകാശത്താണോ ഇരിക്കുന്നത്, അതോ ഭൂമിയിലുണ്ടോ, ആ പ്രപഞ്ചത്തിലുണ്ടോ, അതോ എൻ്റെ ഉള്ളിലുണ്ടോ, അതെങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുക, എനിക്കത് ഫീൽ ചെയ്യുന്നെങ്കിൽ, ഇതൊക്കെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അതിന് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകള്, പുസ്തകങ്ങള്, അതുപോലെ തന്നെ പ്രസംഗങ്ങള് ഒക്കെ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഇങ്ങനെ അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഒരു എന്നിട്ട് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്, ഈ ആത്മാവും ദൈവവുമായിട്ടുള്ള എന്താണ് ബന്ധം, ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അംശമാണോ, മനസ്സെന്ന് പറയുന്നത് ദൈവത്തിന്റെ അംശമാണോ, ഈ ദൈവം ഇരിക്കുന്നത് മനസ്സിലാണോ അതോ ശരീരത്തിലാണോ, മനസ്സിന്റെ അധിപനാണോ ദൈവം, ദൈവത്തിന്റെ രൂപവും ഭാവവും, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, ദൈവത്തിന്റെ ഇംഗിതം അറിയുക. അതായത് നമ്മൾ ആൽക്കോളിസ് അനോണിസിൽ പറയുന്നുണ്ട്, ഉം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെ ദൈവവുമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കുവാനും ദൈവഹിതം എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ ദൈവഹിതം എന്നാൽ എന്താണ്? ദൈവത്തിന്റെ ഹിതം, ദൈവമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കി എന്നിൽ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്ന ഈ വ്യക്തിയിലൂടെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു, ഞാൻ ഇവിടെ ജനിച്ചു, ഞാൻ എന്ന വ്യക്തി ഇവിടെ ജനിച്ചതിൻ്റെ ഫലമായി ദൈവം എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുക? ദൈവഹിതം എന്താണെന്ന് അറിയും. ഇങ്ങനെ അന്വേഷണം നടത്തുന്ന ഒരു 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 വിഭാഗം ആൾക്കാർ. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ ജ്ഞാനി എന്ന് പറയുന്ന ഒരു ടീം, ഒരു വിഭാഗമാണ്. അവര് ശരിക്കും സർവം മായ, സർവം ഒന്ന്, ആകാശവും ഭൂമിയും പാതാളവും എല്ലാം ഒന്ന് തന്നെ. ഈ മനുഷ്യനും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം ഒന്ന് തന്നെ.
എല്ലാത്തിലുമുള്ള ഒരേ ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് എന്നിലുമുള്ളത്. ആ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി അത് പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു നാലാമത്തെ വിഭാഗം ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാരാണ് ആ വിഭാഗത്തിൽ. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മള് മിക്കവരും ഈ പറയുന്ന ആ, മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഉള്ളത്. ഇനിയും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. പക്ഷെ എപ്പോഴാണ് ആ വിശ്വാസത്തിലേക്ക് പോകുന്നത്? ഈ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാർ കൂടുതലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പോയി പറയുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ എത്തിയിട്ട് നാലിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തേണ്ടത്. എന്ന് വെച്ചാല് നമ്മൾക്ക് എല്ലാം ഈശ്വരനാണ്, എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. അപ്പോ ദൈവവുമായിട്ടുള്ള സമ്പർക്കം വളരെ തീവ്രമാക്കി മാറ്റി ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ടു പോകാനുള്ള ഒരു വലിയ ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഇത് പറയുന്ന ഇതിലേക്ക് എത്താനുള്ള ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, ഈ ഇങ്ങനെ ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ഒരു സംഗതി. ഒരു ശക്തിയുണ്ട്. ആ വിശ്വാസം നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, വെറും ഒരു വിശ്വാസമല്ല, അടിയുറച്ച അതിസൂക്ഷ്മ മനസ്സിലേക്ക് വിശ്വാസം എത്തിയാൽ മാത്രമേ ഈ ഒരു സംഗതി നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. പക്ഷെ അത് ഈ നമ്മുടെ ഈ പുറം മനസ്സിൽ മാത്രമേ ആ വിശ്വാസം ഉള്ളൂ. അതിസൂക്ഷ്മ മനസ്സിൽ ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ ശക്തിയുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അതിനെ സ്നേഹിക്കാനും അതിനെ ആരാധിക്കാനും തുടങ്ങും. ആ ഒരു ശക്തിയോട് ഭയങ്കരമായ ഒരു ബന്ധം, ഒരു സ്നേഹം, ആരാധന. ഈ ആരാധന, സ്നേഹം വന്നു കഴിഞ്ഞാൽ ആണ് നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ, ഭൗതിക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. അതാണ് റിയൽ ലൈഫിലെ ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തെങ്കിലും കാര്യം വേണ്ടേ, റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. ഇത് റിട്ടേൺ ഇല്ലാത്ത കർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഉയരുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും സഹായം ചെയ്യുകയോ, ഈ 12ാം പടി ചെയ്യുകയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കൈ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ ആ സഹായത്തിന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷിക്കാതെ ഫലേച്ഛയില്ലാത്ത കർമ്മം എന്നാണ് പറയുന്നത്. ഈ വിശ്വാസത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മള് നേർച്ച കൊണ്ടിടും. പള്ളിയിൽ, അമ്പലത്തിലൊക്കെ നേർച്ചയിടും. നമ്മൾ അവിടെ എത്ര തുക ഇട്ടു എന്നുള്ളത് ഒന്നും നമ്മൾ പിന്നീട് നമ്മൾ നോക്കുന്നതേ ഇല്ല. നമ്മൾ ചിലപ്പോൾ ഒരു 10 രൂപ അല്ലെങ്കിൽ എത്ര രൂപ ആണെങ്കിലും കൊണ്ടിടുന്നു. അപ്പൊ അത് നമ്മൾ ആ ഇട്ട പൈസക്ക് കണക്കാക്കിയിട്ട് റിസൾട്ട് അല്ല നമ്മൾ വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഞാൻ അവിടെ നിക്ഷേപിക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള, ഇപ്പൊ നമ്മൾ 1000 രൂപ ഇട്ടാൽ കൂടുതൽ ഫലം കിട്ടും, 10,000 രൂപ ഇട്ടാൽ കൂടുതൽ ഫലം കിട്ടും, അല്ലെങ്കിൽ 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഫലം കുറഞ്ഞു പോവോ എന്നുള്ളതും അങ്ങനെ. ഞാൻ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ വളർച്ചയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പോവുക, അവിടെ നമ്മൾ ഷെയർ ചെയ്യുക, അവിടെ ചായക്ക് പൈസ കൊടുക്കുക, അതേപോലെ തന്നെ ഒരു 12ാം പടിക്ക് ഒരാളെ സന്ദർശിക്കാൻ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഈശ്വരനിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമല്ല.
ഫലേച്ഛയില്ലാത്ത ഒരു കർമ്മമാണ്. മൂന്നാമത്തെ ഒരു സംഗതി പറയുന്നത് അറിവാണ്. ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് ഈ അവനവനെ കുറിച്ച് അറിയുന്നതിന് ജ്ഞാനം എന്ന് പറയും. വിജ്ഞാനം എന്ന് പറയുന്നത് ഈ പുറമേയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാ ഒരുപാട് സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പദാർത്ഥങ്ങളെ കുറിച്ചും ആറ്റത്തെ കുറിച്ച് വരെ നമുക്ക് വിജ്ഞാനം നേടാം. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് അതല്ല. അവനവനെ കുറിച്ച് അവനവന്റെ ഉള്ളിലേക്ക് നോക്കി എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ വികാരങ്ങൾ, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്താണ് എൻ്റെ ജീവിതം, എൻ്റെ ജന്മോദ്ദേശ്യം, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നിൽ അർപ്പിതമായ കടമ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അറിയേണ്ടതുണ്ട്. ശരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ? ഇപ്പൊ ഒരു ജോലിക്ക് നമ്മളെ വിട്ട് കഴിഞ്ഞാല്, ഒരു പോസ്റ്റിൽ ജോലിക്ക് കയറി കഴിഞ്ഞാല് ആ ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരമൊക്കെ അവർ പറഞ്ഞുതരും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അതേപോലെ നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു പരിപാടി, ഇപ്പൊ ഒരു കല്യാണത്തിന് പോയാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുക എനിക്ക് എന്താണ് ഇവിടെ പരിപാടികൾ. ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ച് ഇവിടെ ഞാൻ ഇങ്ങനെ വളരുമ്പോൾ ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ഇവിടെ ഈ എത്തിയതിന്റെ ഉദ്ദേശം, നമ്മളൊരു കല്യാണപ്പേരയിൽ എത്തിയതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എത്തിയതിന്റെ ഉദ്ദേശമൊക്കെ എന്താന്നുള്ള വിവരം നമ്മളവിടെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, നമ്മളത് ചെയ്യുന്നു. അതേപോലെ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത്? ആരാണ് ഇവിടെ കൊണ്ടാക്കിയത്? എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളിവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു അന്വേഷണമാണ് ഈ ആത്മാന്വേഷണം എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കുക. എന്നാല് അങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്തുന്ന ആൾക്കാരാണ് ജ്ഞാനികൾ. അപ്പൊ അത് കേവലം അറിവല്ല. അറിവ് എന്ന് പറയും, ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ നേരത്തെ പറഞ്ഞ അറിവിനെ അത് ഉപയോഗിച്ച് അത് അതിസൂക്ഷ്മ മനസ്സിലെത്തുമ്പോഴേ അത് ജ്ഞാനമാവുള്ളൂ. ബോധ മനസ്സിലാണത് നിൽക്കുന്നെങ്കിൽ അത് അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയും. അത്രയേ ഉള്ളൂ. പക്ഷെ അതിസൂക്ഷ്മ മനസ്സിലെത്തുമ്പോഴാണ് ജ്ഞാനി. ആ അതിസൂക്ഷ്മ മനസ്സാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി മീൻസ് അയാളുടെ തനി സ്വഭാവം. അതായത് അയാൾ ഏത് ഉറക്കത്തിലും ഏത് കാട്ടിലായാലും ഏത് ഒറ്റപ്പെട്ട സമയത്തായാലും ഒരാള് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായാലും അയാളുടെ പെരുമാറ്റം ഉണ്ടല്ലോ, ആരും കാണുന്നില്ല എന്ന് കാണുന്ന സമയത്ത് പോലും അയാളില് ഒരു നന്മയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനി എന്ന് പറയുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവർ അറിയുമ്പോൾ മോശമല്ലേ എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും ഒക്കെ നന്നായിട്ട് പെരുമാറുകയും, എന്നാൽ ഈ അതിസൂക്ഷ്മ മനസ്സിൽ ഈ കള്ളത്തരവും അതുപോലെ തന്നെ ചില പൊക്കിരിത്തരവും ഒക്കെ അതിസൂക്ഷ്മ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. പുറമെ കാണുമ്പോഴൊക്കെ നല്ല വ്യക്തിത്വമായിരിക്കും. അവർക്ക് അവരെ കുറിച്ച് പറയുന്നത് ശരിക്കും വ്യക്തിത്വം എന്നാണ് പറയാം. വ്യക്തിത്വം, അതായത് നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അസ്തിത്വമാണ് ഉണ്ടാവേണ്ടതെന്നാണ് പറഞ്ഞത്. അസ്തിത്വം, വ്യക്തിത്വവും അസ്തിത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള വാക്ക്. പെർസോണ എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണത്രേ ഈ വാക്കുണ്ടായിട്ടുള്ളത്. പെർസോണ എന്ന് വെച്ചാൽ മുഖംമൂടി എന്നാണ് അർത്ഥം.
ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്ത് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ള യോജിച്ച രീതി എടുത്തിട്ട് അവിടെ പെരുമാറാം. അവിടെ അവിടെ ചെല്ലുമ്പോൾ ഒരു മുഖംമൂടി ഇടുക എന്ന് വേണേൽ പറയാം. അവിടെ എന്താണ് വേണ്ടത് അതേപോലെ പെരുമാറും. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് തിരിച്ചു വന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിന് നേരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണോ വേണ്ടത് അതേപോലെ പെരുമാറും. അതാണ് ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ആ മറ്റുള്ളവർക്ക് സുഖകരമാണ് എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന ആൾക്കാരെയാണ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളില് അയാൾക്കൊരു അസ്തിത്വമുണ്ട്, അയാളുടെ ഒരു ഒറിജിനൽ ഉണ്ട്. ഈ 10 സ്ഥലത്ത് ചെല്ലുമ്പോൾ 10 തരത്തിൽ പെരുമാറും. ഇപ്പൊ വീട്ടിൽ വരുമ്പോ ഈ ഇയാള് ഒരു വീട്ടിലെ കാരണവരാകുന്നു. അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോൾ മകനാവുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ മാഷാവുന്നു. ക്ലബിൽ ചെല്ലുമ്പോൾ അത് അങ്ങനെ ആവുന്നു. കള്ളുകുടിയ സഭയിൽ ചെല്ലുമ്പോൾ ഒരു കള്ളുകുടിയനാവുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ കള്ളുകുടിയന്റെ സ്വഭാവമായിരിക്കും. ആ അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പെരുമാറ്റമുള്ള ആൾക്കാരാണ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. അപ്പൊ അതിൽ നിന്ന് ശരിക്കും അതും ഈ നല്ല രീതിയിലുള്ള പുറമേയുള്ള പെരുമാറ്റവും അതും ഉള്ളിലുള്ളതും ഒരുപോലെ ആവുന്ന ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ നല്ല വിശ്വാസി എന്ന് പറയുന്നത്, ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ, വായിക്കുന്നവർക്കൊക്കെ അറിയാം യഥാർത്ഥ ജ്ഞാനി ആരാണ്. അവനവനെ കുറിച്ച് മനസ്സിലാക്കി ഏറ്റവും നന്നായി ഈ പെരുമാറുക, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുന്നതോടൊപ്പം തന്നെ അത് അങ്ങനെ ആയി മാറുന്ന ആൾക്കാരാണ് ജ്ഞാനികൾ എന്ന് പറയും. ഉള്ളിന്റെ ഉള്ളിൽ അതിസൂക്ഷ്മ മനസ്സിൽ ഉള്ള ആ ഒരു അത് തന്നെ പുറമേ കാണിക്കുക. പിന്നെ അത് അവിടേക്ക് എത്തണമെങ്കിൽ ഇപ്പോ എത്തണമെങ്കിൽ നമുക്ക് നല്ലൊരു പണിയുണ്ട് എന്നാ പറയുന്നത്. ഞാനത് കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെയും വൈകുന്നേരം ഒക്കെ ഞാനതൊന്ന് ഇത് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. ശരിക്കും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ധ്യാനമാണ്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ എപ്പോഴും നമ്മളുടെ ഈ ഏഹ്, ചിന്ത വർക്ക് ചെയ്യുന്നത്, മനസ്സ് വർക്ക് ചെയ്യുന്നത് ഏഹ്, എപ്പോഴും നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള അനുഭവങ്ങളിലൂടെയാണ്. എന്ന് വെച്ചാൽ കണ്ട കാര്യങ്ങളാണ് മനസ്സിൽ ചിന്തയിൽ വരിക, കേട്ട കാര്യങ്ങളും ചിന്തയിൽ വരും, രുചിച്ച കാര്യങ്ങളും സ്പർശിച്ച കാര്യങ്ങളും മണത്ത കാര്യങ്ങളും ചിന്തയിലേക്ക് വരും. അതാണ് നമ്മളുടെ ചിന്തയെ ഉണർന്നിരിക്കുന്ന 99% സമയവും ഉണർന്നിരിക്കുന്ന സമയം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, നോക്കാൻ കഴിയുന്നില്ല. കാരണം നോക്കി ചിന്തിക്കണ്ടേ, ചിന്തിക്കണമെങ്കിൽ മനസ്സ് വേണ്ടേ. മനസ്സ് വ്യാപൃതമായിരിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ എന്താ മാർഗം? ഈ പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ചിനെയും അടയ്ക്കുക. അടച്ചു വെച്ചാലേ നമ്മൾ ആറാം ഇന്ദ്രിയത്തിലേക്ക് നോക്കാൻ കഴിയും. ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത് ഒരു ഉൾക്കാഴ്ചയാണ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചയാണ്. സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയും. ആ ഒരു അതിലേക്ക് നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കണമെങ്കിൽ വേണ്ട ഒരു പരിപാടി ഈ പഞ്ചേന്ദ്രിയങ്ങളെ ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യുന്ന പരിപാടിക്കാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയും. ഉള്ളിലേക്ക് നോക്കുക, എന്നെ കുറിച്ച് പഠിക്കുക, എൻ്റെ സ്വഭാവ രീതി, എൻ്റെ പെരുമാറ്റങ്ങള്, ഇതൊക്കെ എൻ്റെ ചിന്തകള്. എന്നിട്ട് മാറ്റേണ്ടത് പെരുമാറ്റമാണ്. പെരുമാറ്റമാണ് പെരുമാറ്റം മാറണമെങ്കിൽ ഉണ്ടാവേണ്ടത് ചിന്ത മാറുകയാണ്. ചിന്ത മാറണമെങ്കിൽ മാറേണ്ടത് നമ്മളുടെ അതിസൂക്ഷ്മം, നമ്മുടെ വിശ്വാസമാണ് മാറേണ്ടത്. ഇപ്പം യഥാർത്ഥത്തിൽ വിശ്വാസം മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായ വിശ്വാസം വന്നാൽ ശരിയായ ചിന്ത വരും. ശരിയായ ചിന്ത വന്നാലേ ശരിയായ പ്രവൃത്തി വരും. ശരിയായ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ശരിയായ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും.
പ്രവർത്തിച്ച് പ്രവർത്തിച്ചാണ് നമ്മൾ ആ ഒരു ശീലം ഉണ്ടാകുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളായിട്ട് മാറുക. ഒറ്റപ്പെട്ട പ്രവർത്തികളല്ല, തിക എന്താ പറയുക, തികച്ചും തുടർച്ചയായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ വിശ്വാസത്തെ എന്താ പറയുക, അരക്കിട്ടുറപ്പിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ ഉള്ളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും. അപ്പോഴാണ് ശരിക്കും ദൈവവുമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കുക. അപ്പോഴാണ് മൂന്നാം പടി പറയുന്ന ഇച്ഛകളും ജീവിതവും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണയിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കും. ഇപ്പൊ രണ്ടാം പടിയിൽ പറയുന്ന എന്താ പറയാ, ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തതിലേക്ക് നേരെ ഒരു വലിയ സ്റ്റെപ്പിലേക്കാണ് പോണത്. ഈ ഇച്ഛകളും ജീവിതവും, അതായത് നമ്മുടെ ബോധ മനസ്സിലാണല്ലോ നമ്മളെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വിവരമുള്ളത് കൊണ്ട് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ബുദ്ധിയും വിവരവും ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിനുള്ള സജഷൻ എവിടുന്നാ വരുന്നത്? ഇതിനുള്ള നിർദ്ദേശം എവിടുന്നാ വരുന്നത്? ആരാണ് നിർദ്ദേശം തരുന്നത്? എവിടെ നിന്നാണ് നിർദ്ദേശം? എവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്?